നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വ്ളാഡിമിർ പുടിൻ മാപ്പ് പറഞ്ഞിട്ടും കലിയടങ്ങാതെ അസർബൈജാൻ ഭരണകൂടം റഷ്യക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. റഷ്യ തന്നെയാണ് തങ്ങളുടെ യാത്രാവിമാനം വെടിവെച്ചിട്ടത് എന്നതിന് നിരവധി തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് അസർബൈജാൻ സർക്കാർ ഇപ്പോൾ പുടിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ച് രംഗത്ത് നിൽക്കുന്നത്. അസർബൈജാൻ എയർലൈൻസിന്റെ വിമാന ദുരന്തത്തിന് കാരണം റഷ്യയുടെ വ്യോമ പ്രതിരോധമാണെന്നും പക്ഷേ മറച്ചുവെക്കാൻ റഷ്യ ശ്രമിച്ചതായും അസർബൈജാൻ പ്രസിഡന്റ് അൽഹാം അലിയേവ് വ്യക്തമാക്കുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന 67 പേരിൽ 38 പേർ മരിച്ച ഈ ദുരന്തത്തെ മറയ്ക്കാൻ മോസ്കോ ശ്രമിച്ചുവെന്നും എന്നാൽ അത്ര പെട്ടെന്നൊന്നും ഒരു മാപ്പുകൊണ്ട് നിങ്ങൾ ചെയ്ത കുറ്റം മറയ്ക്കാൻ കഴിയുന്നതല്ല എന്നും ഒരു കാലത്തും അസർബൈജാൻ സർക്കാർ റഷ്യയോട് പൊറുക്കില്ല എന്നുമാണ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. യാത്രാ വിമാനങ്ങൾ മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യ വെടിവെച്ചിടുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. അതിർത്തി കടന്നെത്തുന്ന വസ്തുക്കളെ റഷ്യ അതീവ സംശയങ്ങളോടെയാണ് വീക്ഷിക്കുന്നത്. യുക്രൈനിയൻ ഡ്രോണുകൾ ജനവാസ കേന്ദ്രങ്ങളെയും വിമാനത്താവളങ്ങളെയും ലക്ഷ്യമിടുന്നത് ഇത്തരത്തിൽ മുഖം നോക്കാതെ പ്രതിരോധ കവചം തീർക്കുന്നതിന് പിന്നിലുണ്ട്. കസാൻ വിമാനത്താവളത്തിൽ ഞായറാഴ്ചയും ഡ്രോൺ ഭീതിയിൽ വിമാനങ്ങൾ നിർത്തിവച്ചിരുന്നു. ഇതുവരെ 56 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യൻ സ്റ്റേറ്റ് മീഡിയ ടാസ് റിപ്പോർട്ട് ചെയ്തു. ക്രാസ്നോദർ മേഖലയിലെ സോച്ചി, നെയ്ംസേക്ക് മേഖലയിലെ ആസ്ട്രഖാൻ എന്നിവയുൾപ്പെടെ നിരവധി റഷ്യൻ വിമാനത്താവളങ്ങളിലും വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഡ്രോണുകൾക്കെതിരെ പ്രതിരോധം തീർക്കാനുള്ള റഷ്യയുടെ ജാമിംഗ് സംവിധാനങ്ങൾ ആയിരക്കണക്കിന് യാത്രാ വിമാനങ്ങളെ ബാധിക്കുന്നതായി വിദഗ്ധർ പറയുന്നു. ബാൾട്ടിക് കടൽ, കരിങ്കടൽ, കിഴക്കൻ മെഡിറ്ററേനിയൻ തുടങ്ങി റഷ്യയുടെ സൈന്യം ഏറ്റവും സജീവമായ പ്രദേശങ്ങളിൽ ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റത്തിന് തടസ്സം നേരിടുന്നത് വർദ്ധിച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അപകടത്തിന് ശേഷം വിമാനത്തിന്റെ വാൽ ഭാഗത്ത് കണ്ട ദ്വാരങ്ങളാണ് റഷ്യയുടെ വ്യോമ പ്രതിരോധമാകാമെന്നുള്ള സംശയം ഉയരാൻ കാരണം. തകർന്ന വിമാനത്തിന്റെ വാലിന്റെ ചിത്രങ്ങൾ റഷ്യൻ പാൻസെറസ് 1 എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്നുള്ള വെടിയുണ്ടകളുമായി പൊരുത്തപ്പെടുന്ന കേടുപാടുകൾ കാണിക്കുന്നുവെന്ന് ഒരു സ്വതന്ത്ര റഷ്യൻ സൈനിക വിദഗ്ധനായ യാൻ മാറ്റ്വീവ് അഭിപ്രായപ്പെട്ടു. തകർന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങളുടെ വിശകലനം മിസൈൽ പതിച്ചതിന്റെ 90-99% സാധ്യതയെ സൂചിപ്പിക്കുന്നതായി വ്യോമാതിർത്തിയും വിമാനത്താവളങ്ങളും നിരീക്ഷിക്കുന്ന ഓപ്സ് ഗ്രൂപ്പിലെ വിദഗ്ധൻ മാർക്ക് സി പറഞ്ഞു. ബ്രിട്ടൻ ആസ്ഥാനമായുള്ള വ്യോമയാന സുരക്ഷാ സ്ഥാപനമായ ഓസ്പ്രേ ഫ്ലൈറ്റ് സൊല്യൂഷൻസ് അസർബൈജാൻ എയർലൈൻസ് വിമാനം റഷ്യൻ സൈനിക വ്യോമ പ്രതിരോധ സംവിധാനത്താൽ വെടിവെച്ചിട്ടതാകാൻ സാധ്യതയുണ്ടെന്ന തങ്ങളുടെ ക്ലയന്റുകൾക്ക് മുന്നറിയിപ്പ് നൽകി. യാത്രാ വിമാനങ്ങൾ മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യ വെടിവെച്ചിടുന്നത് ഇപ്പോൾ തുടർക്കഥയായി മാറുകയാണ്. 1983 ന്യൂയോർക്കിൽ നിന്നും സോളിലേക്ക് അലാസ്കയിലെ ആങ്കറേജ് വഴി പറന്ന കൊറിയൻ എയർലൈൻസ് വിമാനം പോകേണ്ട പാതയിൽ നിന്ന് അബദ്ധത്തിൽ തെന്നിമാറുകയും സോവിയറ്റ് യൂണിയനിലെ നിരോധിത വ്യോമ മേഖലയിലൂടെ പോകുകയും ചെയ്തു. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ സിലോകൾ നിൽക്കുന്നതിനാൽ അതീവ നയതന്ത്ര പ്രാധാന്യമുള്ള മേഖലയായിരുന്നു ഇത്. ഈ വിമാനം ചാരനിരീക്ഷണ വിമാനമാണെന്ന് തെറ്റിദ്ധരിച്ച് സോവിയറ്റ് യുദ്ധവിമാനം അതിനെ തകർത്ത് കളഞ്ഞു. വിമാനത്തിലുണ്ടായിരുന്ന 269 പേർ അന്ന് കൊല്ലപ്പെട്ടിരുന്നു. പിൽക്കാലത്ത് 2014 ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മലേഷ്യൻ എയർലൈൻസ് 17 എന്ന വിമാനം യുക്രൈനിലെ ഡോണർസ്ക് മേഖലയിൽ റഷ്യൻ അനുകൂല സേന തകർത്തു. വിമാനത്തിലുണ്ടായിരുന്ന 283 യാത്രക്കാരും 15 ജീവനക്കാരുമാണ് അന്ന് കൊല്ലപ്പെട്ടത്. അസർബൈജാൻ വിമാനത്തിന് പിന്നിലും റഷ്യയുടെ അബദ്ധമാണ്. റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് അസർബൈജാൻ. എന്നാൽ ഒരു ക്ഷമ കൊണ്ട് തീരുന്നതല്ല റഷ്യ ചെയ്ത തെറ്റ് എന്ന് അസർബൈജാൻ സർക്കാർ മറുപടി കൊടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.